ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സമയത്ത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ക്യൂൻ ഓഫ് കപ്സ് ആണ് നമുക്കൊരു ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്. ദെൻ ദ തേർഡ് കാർഡ് 10 ഓഫ് സോഡ്സ്, 3 ഓഫ് വാൻസ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സാധാരണ ആളായിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നൽകിയ ആ ഒരു സ്നേഹം, കരുതല്, മനസ്സിലാക്കല് ഇതെല്ലാം അവര് ഇന്നും ഈ ഒരു സമയത്തും മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ തിരക്കുകൾക്കിടയിലും പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുമ്പോഴോ ഒരു സ്ഥലം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓർമ്മ വന്നാലോ ഒക്കെ അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന ആ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരു സമയത്തെങ്കിലും അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു എനർജീസ് ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് പിന്നാലെ വരുന്ന കാർഡ് നമുക്ക് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വികാരങ്ങൾ പുറത്ത് കാണിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, എന്നാൽ അത് തുറന്ന് പറയാനായിട്ട് അവരുടെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഈഗോയോ സാഹചര്യങ്ങളോ ആളുകളോ ഒന്നും അവരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പുറത്തേക്കെല്ലാം ഒരു നോർമൽ ആണെന്ന് തോന്നിച്ചാലും ഉള്ളിൽ അവര് പലതരത്തിലുള്ള ഫീലിങ്സുകൾ അടക്കി പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഒരു വലിയ വഴിത്തിരിവ് അതിനുശേഷം കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് 10 ഓഫ് സോഡ്സ് ആണ് ഈ ഒരു കിങ് ഓഫ് പെന്റക്കിൾസിന് ശേഷം വരുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനമോ വേർപിരിയലോ ബ്രേക്കപ്പോ സൈലൻസോ എന്ത് തന്നെ ആയിക്കോട്ടെ അത് അവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചില സമയങ്ങളിൽ അവർ ആ ഒരു പഴയ ഒരു കോൺവെർസേഷൻസ്, നിങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഒരു അവസരം കൂടി ആ ഒരു വ്യക്തിക്ക് നൽകിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളെ മിസ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സിനോടൊപ്പം തന്നെ ഒരു കുറ്റബോധവും അവർ വഹിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ഓഫ് വാൻസ് ആണ്. ഈ 3 ഓഫ് വാൻസ് പ്രതീക്ഷയുടെ ഒരു കാർഡാണ്. ഈ വ്യക്തി ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കിയാണ്. അവരെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയാണോ, നിങ്ങൾ അവരെ മറന്നോ എന്നൊക്കെ അവർ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ചിലർക്ക് ഈ ഒരു കാർഡ് ഫ്യൂച്ചർ വീണ്ടും ഒരു ഫ്യൂച്ചറിൽ ഒരു ആശയവിനിമയത്തിനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലുണ്ടാകാനുള്ള സാധ്യത കാണിക്കാം. പക്ഷെ അതിന്റെ സമയം ഓരോരുത്തരുടെയും സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. ചിലർക്ക് ഉടനെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാം, ചിലർക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം ലഭിക്കാം, കുറെ ആളുകൾക്ക് കുറേ നാളുകൾക്ക് ശേഷവും ലഭിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതെ, ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ അല്ല. നിശബ്ദമായിട്ട് അത് അനുഭവിക്കുന്ന രീതിയിലാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും അവരുടെ ഹൃദയത്തിലുണ്ട്. സ്നേഹവും നഷ്ടബോധവും ഒരുമിച്ച് അവർ അനുഭവിക്കുന്നതായിട്ട് ഈ ഒരു കാർഡുകൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊരു ഈ ഒരു റീഡിങ് കേൾക്കാൻ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക,
മറ്റൊരാളുടെ ഫീലിങ്സുകൾ എന്തായാലും നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ശരിയായത്. നിങ്ങളിലേക്ക് ശരിയായ സമയത്ത് ശരിയായ ആളുകൾ ആ ഒരു ശരിയായ സമയത്ത് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സമാധാനവും സന്തോഷത്തോടെയും ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലുപരി നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ. അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനും പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ തന്നെ എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ഹിയറിംഗ് ഇഷ്യൂസ് ആണ്. ഓഗസ്റ്റ് മന്ത്, ജൂൺ മന്ത് 1982, സെപ്റ്റംബർ മന്ത് മ്യൂസിക്, യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, കൈൻഡ്നസ്, മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. യെല്ലോ കളർ, നമ്പർ 8, ആർട്ടിസ്റ്റ്, 2023, റീഡിംഗ്, ചാരിറ്റി, ഗോൾഡൻ കളർ, ജൂലൈ മന്ത്, യോഗ, നവംബർ മന്ത്, മെഡിക്കൽ ഫീൽഡ്, 1 week, 6 days, 1996, encourages you, music, painting, തിരുവനന്തപുരം ജില്ല, ലെറ്റർ Y, 1984 ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്കിവിടെ കിട്ടുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് പങ്കുവയ്ക്കാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു മനോഹരമായ ടാറോട്ട് റീഡിങ്ങുമായി നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.